ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഒരു ഔട്ടിങ് പോവാണ് കേട്ടോ. എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഉണ്ട്. ഞാനും ഷിനാജും എൻ്റെ അനിയനും എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ ഗ്രാൻഡ് മദറും ഉണ്ട്. വാപ്പിനെ പിന്നെ എവിടെ പോയാലും നമുക്ക് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. ആള് ഭയങ്കര ബിസി മാനാണ്. അങ്ങനത്തെ നമ്മൾ ബോട്ട് കയറി കുമരകത്തോട്ടാണ് കേട്ടോ പോകുന്നത്. 5 പേർക്ക് കൂടെ വെറും 80 രൂപ മാത്രമേ ടിക്കറ്റിന് പ്രൈസ് ആയുള്ളൂ. ഒരു 3/4 മണിക്കൂറോളം നമുക്ക് ബോട്ട് യാത്ര ഉണ്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് പോകാം. ഈ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കും എനിക്ക് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് ഇട്ടാൽ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കുർത്തി മിക്കപ്പോഴും ഞാൻ ഇടുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ബോട്ട് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ നേരെ കിളിക്കൂടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. മുന്നേ ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 3 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മീൽസ് കിട്ടിയില്ല. പിന്നെ എല്ലാവർക്കും പൊറോട്ട അപ്പം അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു കരിമീൻ പൊള്ളിച്ചത്. അതിന്റെ മസാല കിടിലനാണ്. ഞണ്ടും കരിമീനും കപ്പയും ബീഫൊക്കെ ആണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. പക്ഷെ ഞണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല ആർക്കും. ചെമ്മീനും കൂന്തലും കക്കാർച്ചയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും ഓർഡർ ചെയ്യാഞ്ഞത് കൂന്തലും ചെമ്മീനൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഓൾറെഡി കഴിച്ചല്ലോ. പൊതുവെ ചോറിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ചോറ് കിട്ടാത്ത നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചോറിനൂടെ കിട്ടുന്ന കറികളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് ഫുള്ള് കഴിച്ച് കാലിയാക്കിയിട്ട് നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് ബോട്ട് കയറാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ നമുക്ക് പോകേണ്ട ബോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റോളം ഉണ്ടെന്ന് പറഞ്ഞത്. ആ ഒരു ഗ്യാപ്പിൽ ഷിനാജ് പോയി നാരങ്ങ സോഡ കുടിച്ച് വേറെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി ഷിനാജിന്റെ ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് അടിച്ച് മാറ്റി കുടിച്ച് മുഹമ്മേന്ന് കുമരകത്തോട്ടും കുമരകത്തുനിന്ന് മുഹമ്മയിലോട്ടുള്ള ബോട്ടിന്റെ സമയം ഒരു ബോർഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്ത് ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ കണ്ടില്ലേ അടിപൊളിയായിരുന്നു കേട്ടോ കായലിൽ കൂടെ ആ ഒരു ഈവനിങ് ടൈമിലെ യാത്ര. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലുള്ളവരെയൊക്കെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ മാരാരിക്കുളം ബീച്ചിലോട്ടാണ് പോയത്. അവരാരും വരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ടയർഡായിരുന്നു. ഞങ്ങൾ പിന്നെ നാളെ തിരിച്ച് പാലക്കാടേക്ക് പോകുകയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വെച്ചു.